ഒരു സംഖ്യയുടെ 1/3 ഭാഗം ആ സംഖ്യയുടെ 2/3 ഭാഗത്തേക്കാൾ 5 കുറവാണ് സംഖ്യ ഏത്? സംഖ്യ അറിയില്ല, എക്സ് എന്ന് കരുതുക. ഒരു സംഖ്യയുടെ 1/3 ഭാഗം എന്ന് പറഞ്ഞാൽ ഗുണിക്കുകയാണ് വേണ്ടത്. സംഖ്യയുടെ 1/3 ഭാഗം പറഞ്ഞാൽ സംഖ്യയെ 1/3 കൊണ്ട് ഗുണിക്കുക. സംഖ്യ എത്രയാണ്? എക്സ്. അപ്പോൾ എക്സ് ഇൻറ്റു 1/3. ആ സംഖ്യയുടെ 2/3 ഭാഗം, സംഖ്യ എക്സ് ആണ്, 2/3 ഭാഗം പറഞ്ഞാൽ 2/3 കൊണ്ട് ഗുണിക്കുക. 2/3 ഇൻറ്റു എക്സ്. അതിനേക്കാൾ 5 കുറവ് എന്ന് പറഞ്ഞാൽ കുറയ്ക്കണം 5. ഇത് രണ്ടും തുല്യമാണെന്ന് അർത്ഥം. ഒരു സംഖ്യയുടെ 1/3 ഭാഗം എന്നത് ആ സംഖ്യയുടെ 2/3 ഭാഗത്തേക്കാൾ 5 കുറവ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സമം നടാം. ഇതെന്താ എഴുതുക? x/3 എന്ന് എഴുതാം. x/3 സമം ഇതെന്താ എഴുതുക? 2x/3 കുറയ്ക്കണം 5. നമുക്കിത് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് കാണണമെങ്കിൽ എക്സുകളൊക്കെ ഒരു ഭാഗത്തും സംഖ്യ മറുഭാഗത്തും. അപ്പോൾ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ എന്തുണ്ട്? x/3. ഇത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇത് പോസിറ്റീവ് 2x/3 ആണ്. കുറയ്ക്കണം 2x/3 സമം. അപ്പോൾ ഇത് ഇങ്ങോട്ട് കൊടുക്കും. ഇനി അവിടെ എന്താ ഉള്ളത്? -5. ഈ ചിഹ്നം എടുക്കണം. -5. ഇത് നമുക്ക് കുറയ്ക്കാം, കാരണം ഛേദങ്ങൾ തുല്യമാണ്. അപ്പോൾ അംശങ്ങൾ കുറയ്ക്കുക. എക്സ് നിന്ന് 2x കുറയ്ക്കണം. 1x നിന്ന് 2x കുറച്ചാൽ -1x/3. പൊതുവായ ഛേദം 3 ഇട്ടു സമം -5. നമുക്കൊരു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഈ 3/3 അങ്ങോട്ട് കൊണ്ടുപോകാം. 3 അങ്ങോട്ട് കൊണ്ടുപോയി ഇൻറ്റു 3 ആവും. ഇവിടെ എന്തുണ്ട്? -1x സമം -5/3 അങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു 3. -1x സമം i3 15. നെഗറ്റീവും പോസിറ്റീവും ഗുണിക്കുമ്പോൾ നെഗറ്റീവ്. -1x -15 ആണെങ്കിൽ എക്സ് എങ്ങനെ കാണുക? ഈ -1 ഇൻറ്റു -1 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -1 ആവും. അപ്പോൾ ഇവിടെ -15 ഉണ്ട്, -1. 15/1 15 ആണ്. നെഗറ്റീവ് ഹരിക്കുമ്പോൾ പോസിറ്റീവായി. ഇപ്പോൾ ചിഹ്നം ഇടണ്ട. x 15. അതായത് നമുക്ക് സംഖ്യയാണ് എക്സ് എടുത്തേണ്ടത്. സംഖ്യ 15.